കളമശ്ശേരി പോളിടെക്നിക് കോളേജിൽ നിന്ന് കഞ്ചാവ് പിടിച്ച കേസിൽ മുഖ്യ കണ്ണികൾ പിടിയിലായിരിക്കുകയാണ്. ബംഗാൾ സ്വദേശികളായ സൊഹൈൽ, അഹന്തോ മണ്ഡൽ എന്നിവരാണ് പിടിയിലായത്. വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് കൈമാറിയത് ഇവരാണ് എന്ന് പോലീസ് പറയുന്നു. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ആസിഫ് മുഹമ്മദാണ് ചേരുന്നത്. ആസിഫ്, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നമ്മൾ ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യത്തിന് ഉത്തരമായിരിക്കുന്നു. ഈ കളമശ്ശേരിയിലേക്ക് ആരാണ്, കളമശ്ശേരി പോളിടെക്നിക്കിലേക്ക് ആരാണ് കഞ്ചാവ് എത്തിച്ചത് എന്നുള്ളതായിരുന്നു പ്രധാന ചോദ്യം. അതിനാണിപ്പോൾ ഉത്തരമായിരിക്കുന്നത്. ഇവർ, ഈ രണ്ടുപേർ എത്ര കാലമായി ഈ പോളിടെക്നിക് കോളേജുമായി ബന്ധം പുലർത്തുന്നുണ്ട്? ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? ഇവരുടെ പശ്ചാത്തലം എന്ത്? ലക്ഷ്മി, തീർച്ചയായും ഈ കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായ രണ്ടുപേരെയാണ് അറസ്റ്റിലായിട്ടുള്ളത്. കാരണം വിദ്യാർത്ഥികൾക്കിടയിലേക്ക് കഞ്ചാവ് വലിയ തോതിൽ വിതരണം ചെയ്യുന്ന ആളുകളാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിൽ ഈ ചോദ്യം ചെയ്ത സമയത്ത് തന്നെ സുഹൈൽ ഭായ് എന്നുള്ള ഒരു പേര് വിദ്യാർത്ഥികളുടെ കയ്യിൽ നിന്ന്, പിടിയിലായ വിദ്യാർത്ഥികളുടെ പക്കൽ നിന്ന് സുഹൈൽ ഭായ് എന്നുള്ള ഒരു പേര് നേരത്തെ തന്നെ ലഭ്യമായിരുന്നു. എന്നാൽ ഇയാൾ ഒളിവിൽ പോകാനുള്ള സാധ്യത അടക്കം നിർത്തി പോലീസ് വലിയ രീതിയിൽ തെരച്ചിൽ നടത്തി വരികയായിരുന്നു. അതിനിടയ്ക്കിലാണ് ഇയാളും കൂട്ടാളിയും ഇപ്പോൾ പിടിയിലായത്. ഇവരുടെ പേര് വിവരങ്ങൾ, മറ്റൊരാളുടെ പേര് അഹന്തോ മണ്ഡൽ എന്നാണ് രണ്ടാമത്തെ ആളുടെ പേര്. എന്തായാലും ഇവരെ രണ്ടുപേരെയും ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്കിടയിൽ കഞ്ചാവ് എത്തിച്ച പേര് ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിൽ വ്യക്തമായതാണ്. അത് അനുരാജ് എന്ന് പറയുന്ന വിദ്യാർത്ഥിയാണ് ഇത് പണമിടപാടുകളും മറ്റും നടത്തിയതായി തെളിഞ്ഞത്. ഇയാൾ വഴിയാണ് അനുരാജിലേക്കാണ് ഈ കഞ്ചാവ് വലിയ തോതിൽ എത്തുകയും അനുരാജാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പണമിടപാടുകൾ നടത്തുകയും ചെയ്തിരുന്നത്. അനുരാജിൽ നിന്നാണ് ഈ സുഹൈൽ ഭായിയുടെ പേര് ലഭിക്കുകയും ചെയ്യുന്നത്. അങ്ങനെയാണ് പോലീസ് പിന്നീട് വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് കടക്കുകയും ഇപ്പോൾ പ്രതികളെ പിടികൂടുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തത്. ആദ്യം തന്നെ അന്വേഷണ സംഘം വ്യക്തമാക്കിയ ഒരു കാര്യം, ഇത് കേവലം ഈ വിദ്യാർത്ഥികളുടെ അറസ്റ്റിൽ ഒതുങ്ങുന്ന ഒരു കാര്യമല്ല. കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിൽ നിന്ന് കഞ്ചാവ് കണ്ടെടുത്തതിന് അപ്പുറത്തേക്ക് ഇത് വലിയ ലഹരി ശൃംഖല ഇതിന്റെ പിന്നിലുണ്ട് എന്നുള്ള ഒരു സംശയം പോലീസിന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ 4 ബണ്ടിൽ കഞ്ചാവ് എത്തിച്ചു, 2 ബണ്ടിൽ കഞ്ചാവ് കണ്ടെടുത്തു. മറ്റ് 2 ബണ്ടിൽ കഞ്ചാവ് അത് മറ്റ് വിദ്യാർത്ഥികൾക്കിടയിൽ അല്ലെങ്കിൽ വിതരണം ചെയ്യാനുള്ള സാധ്യത അടക്കം പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു. നിലവിൽ മൊത്തം 6 വിദ്യാർത്ഥികൾ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ അറസ്റ്റിലായിരുന്നു. 2 പേർ ജാമ്യത്തിലിറങ്ങി. അതിൽ ഒരാൾ 2 പേർ വിദ്യാർത്ഥിയാണ്, 2 പേർ ഇപ്പോൾ വിദ്യാർത്ഥികളാണ്. ജാമ്യത്തിൽ ഇറങ്ങിയ 2 പേരും വിദ്യാർത്ഥികളാണ്. അങ്ങനെ മൊത്തം 6 പേരാണ് ഇതുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായിട്ടുണ്ടായിരുന്നത്. അവരെ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഈ പ്രധാനമായും ഈ സുഹൈൽ അബായി എന്ന വിളിപ്പേരുള്ള ആളിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഇപ്പോൾ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഈ വിൽപ്പനയ്ക്ക് എത്തിച്ച കഞ്ചാവിൻ്റെ അപ്പുറത്തേക്ക് ഇവർ റീറ്റെയിൽ മേഖലയിൽ, അതായത് വിദ്യാർത്ഥികളുടെ ഇടയിലടക്കം ചില്ലറ വിൽപ്പന നടത്തുക ലക്ഷ്യമിട്ടുകൊണ്ട് ഇങ്ങനെ കഞ്ചാവ് എത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആലുവ മുമ്പ് ഈ പൂർവ്വ വിദ്യാർത്ഥികളെ ചോദ്യം ചെയ്യുന്നത് അതിൻ്റെ ഈ ടീം പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് ഈ അറസ്റ്റിലായ വിദ്യാർത്ഥികൾ കളമശ്ശേരി പോലീസ് മൂവാറ്റുപുഴയിൽ നിന്നാണ് ഇവരെ കസ്റ്റഡിയെടുക്കുന്നത്. പക്ഷേ അതോടൊപ്പം തന്നെ ഇവർ നേരത്തെ മുതൽ തന്നെ ഈ പിടിയിലായ പൂർവ്വ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് ഇവർ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമടക്കം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇവരുടെ ഫോൺ രേഖകൾ അടക്കം പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഷാലിക്ക് എന്ന് പറയുന്ന നേരത്തെ പിടിയിലായ പൂർവ്വ വിദ്യാർത്ഥി, ആ പൂർവ്വ വിദ്യാർത്ഥിയുടെ വീടിനടുത്താണ് ഇയാൾ, ഈ സുഹൈൽ ഭായ് എന്ന് പറയുന്ന ആൾ ആദ്യം ജോലി ചെയ്തിരുന്നു. അങ്ങനെയാണ് ഇവർ തമ്മിൽ ആദ്യം ബന്ധമുണ്ടാകുന്നത്. അങ്ങനെ ആ ബന്ധം പിന്നീട് ഈ കഞ്ചാവ് കച്ചവടത്തിലേക്കും എത്തുകയായിരുന്നു. അങ്ങനെ ഇതര സംസ്ഥാനത്ത് നിന്ന് എത്തിക്കുന്ന കഞ്ചാവ് ഇങ്ങനെ ആദ്യം ഷാലിക്കിലേക്കും പിന്നീട് ഷാലിക്കുമായി ബന്ധപ്പെട്ട സുഹൃത്തുക്കളിലേക്കും എത്തുകയും അത് ചില്ലറ വിൽപ്പന നടത്തുന്നതിലേക്കടക്കം കാര്യങ്ങൾ എത്തുകയും ചെയ്യുകയായിരുന്നു. എന്തായാലും പോലീസ് ഇപ്പോൾ 2 പേരെ കൂടി അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. നിർണായകമായ അറസ്റ്റാണ്. മാത്രമല്ല ഈ കേസിലെ പ്രധാന കണ്ണികളായി ഇവരെ തന്നെയാണ് പോലീസ് കണക്ക് കൂട്ടുകയും ചെയ്തിരിക്കുന്നത്. കളമശ്ശേരി കഞ്ചാവ് കേസിലെ മുഖ്യ കണ്ണികൾ പിടിയിലായിരിക്കുന്നു. ആസിഫ് മുഹമ്മദാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.